ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊന്നീസ് ഗാർഡനോട് സ്വാഗതം. രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് ചെടി പേക്കിങ് കാര്യങ്ങളായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ കഴിഞ്ഞില്ല. എല്ലാവരും ക്ഷമിക്കാം. അപ്പോൾ നമ്മൾ ഇന്നും നല്ലൊരു കോംബോ ഓഫറൊക്കെ ആയിട്ടാണ് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് ചൂട് കൂടുതലായത് കാരണം നമുക്ക് അധികം വേറെ പ്ലാന്റുകളൊന്നും ഇപ്പോൾ നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റില്ല. നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സാണ് ഞാൻ ഇന്നും വീഡിയോയിൽ ഇടുന്നത്. അതും നമ്മൾ ഇട്ട കോംബോ തന്നെ ഇടുന്നത്. എന്താ വെച്ചാൽ കുറേ പേര് ചോദിച്ചു കോംബോ കഴിഞ്ഞോ, ഇനി കോംബോ ഉണ്ടോ എന്നൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടെ ഈ വീഡിയോസിൽ ഒരു വട്ടം കൂടെ കോംബോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എങ്കിൽ മാത്രമേ നമുക്ക് ഇടുന്ന പ്ലാന്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇടുന്നത് അസേലിയ പ്ലാന്റാണ്. ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അടിപൊളി ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ അസേലിയ എന്ന് പറഞ്ഞ പ്ലാന്റ്. ഇത് നമുക്ക് പോട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. നമുക്ക് ഇതേപോലത്തെ ഒരു പോട്ടിൽ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. ഒരു പ്ലാന്റിന് 150 രൂപയാണ്. അടുത്ത പ്ലാന്റ് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചൈനീസ് ബോൾസ് ആണ് കേട്ടോ. 13 കളർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. 13 കളറിന് നമ്മൾ എടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 390 രൂപയാണ്. അത് ഒരുമാതിരി എല്ലാവരുടെ വീട്ടിലും വളർത്തിയെടുക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ചൈനീസ് ബോൾസം. അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ. നമുക്ക് ഏത് കാലാവസ്ഥയിലും ഏത് സമയത്തും പൂ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ചൈനീസ് ബോൾസ് എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ ഒന്ന് നടുമ്പോഴും ഒന്ന് വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമുക്ക് ഈസി ആയിട്ട് നല്ല അതിമനോഹരമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. 13 കളറാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റാണ്. നമുക്ക് ഈ ചൂട് കാലത്തും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. മാസത്തിൽ 1-2 വട്ടം നമുക്കിതിൽ വളം ഇട്ട് കൊടുത്താൽ പൂക്കൾക്ക് വലിപ്പം കൂടാനും അതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല വലിപ്പം വെച്ച് വളരാനും നല്ല ഹെൽത്തി ആയിട്ട് വളരാനൊക്കെ ഒരുപാട് സഹായിക്കും. നമ്മൾ ഇടയ്ക്ക് ഒന്ന് വളം ഇട്ട് കൊടുത്താലും വെള്ളത്തിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അടുത്ത പ്ലാന്റ് നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ആണ് കേട്ടോ. എല്ലാ കോംബോയിലും ഞാൻ ഉൾപ്പെടുത്താറുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ക്രിസ്മസ് ക്യാറ്റസ്. 6 കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 6 കളറിന് വെറും 180 രൂപ മാത്രമേ ഉള്ളൂ. എല്ലാ പ്ലാന്റുകളുടെയും ഫ്ലവറിനെക്കാട്ടും ഒരു പ്രത്യേകത ഉണ്ട് ഈ ക്രിസ്മസ് ക്യാറ്റസിന്. നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് ഇൻഡോറിലൊക്കെ ഇതേപോലെ നല്ല ഭംഗിയുള്ള പോട്ടിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. നമുക്ക് സിറ്റ് ഔട്ടൊക്കെ ഹാങ്ങിങ് ആയിട്ടും വേണമെങ്കിലും നമുക്ക് ഈ ക്രിസ്മസ് ക്യാറ്റസിനെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് എന്ന് പറയുന്നത്. വെറും 180 രൂപ മാത്രമേ ഉള്ളൂ. അടുത്ത പ്ലാന്റാണ് നമ്മുടെ ഹൈഡ്രാഞ്ച എന്ന് പറഞ്ഞ പ്ലാന്റാണ് കേട്ടോ. ഇതും ഞാൻ എല്ലാ കോംബോയിലും ഉൾപ്പെടുത്താറുള്ളതാണ്. ഒത്തിരി പേര് ചോദിക്കുന്നൊരു പ്ലാന്റാണ് ഹൈഡ്രാഞ്ച. 4 കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 4 കളറിന് 280 രൂപയാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു പൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വട്ടം പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഈ പൂവ് പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല. കുറേ ദിവസങ്ങളോളം നമുക്ക് നീണ്ടു നിൽക്കുന്നൊരു ഫ്ലവറിങ് പ്ലാന്റാണ് ഹൈഡ്രാഞ്ചിയ. അടുത്തത് നമുക്ക് കുറച്ച് ഈ ചൂടത്തൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് വള്ളിച്ചെടികളാണ്. ഇതും ഞാൻ എല്ലാ കോംബോയിലും ഉൾപ്പെടുത്താറുള്ളതാണ്. കുറേ പേര് ചോദിച്ചത് കൊണ്ടാണ് പിന്നെയും ഞാൻ ഈ കോംബോ ഇടുന്നത്. 6 കളറാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. ഈ കോംബോയിൽ വെറും 330 രൂപയാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. കാരണം നമുക്കിങ്ങനെയൊക്കെ ഏത് വിധത്തിൽ സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. നമുക്ക് മതിലിൽ കൂടെയോ ടെറസ് കൂടെയോ ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റാണ് ഈ ക്രീപ്പർ പ്ലാന്റ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ചൂടിനെ കുറേയൊക്കെ നമുക്ക് ടെറസിലും സിറ്റ് ഔട്ട് കൂടെയൊക്കെ പടർത്തി കയറ്റിയാലൊക്കെ ചൂടിനെ നമുക്ക് കുറേയൊക്കെ ഒരു പരിധി വരെ താഴ്ത്തി കൊണ്ടുവരാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇത്. എന്ന് പറഞ്ഞാൽ എപ്പോഴും പൂ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. അത്യാവശ്യം ഈ പൂക്കൾക്കൊക്കെ നല്ല സ്മെല്ലും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. നല്ല പ്ലാന്റാണ്. നമുക്ക് ഭംഗിയുള്ള പൂവാണ്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും പൂവിടുന്നൊരു പ്ലാന്റും കൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് അധികം കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. മറ്റുള്ള പ്ലാന്റുകളെ പോലെ ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ഒട്ടും ആവശ്യമില്ലാത്തൊരു പ്ലാന്റും കൂടിയാണ്. 6 എണ്ണത്തിന് 330 രൂപ. അടുത്ത കോംബോയിൽ നമ്മൾ 6 പ്ലാന്റ് തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 6 പ്ലാന്റിന് 360 രൂപയാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. പെട്രിയൻ്റെ ബ്ലൂവും വൈറ്റും ഗോൾഡൻ കാസ്കേഡ് അങ്ങനെ പറഞ്ഞ 6 പ്ലാന്റാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എപ്പോഴും പൂ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറയുന്ന പൂക്കൾ നിങ്ങൾക്ക് അറിയുന്നതല്ലേ, നല്ല ഭംഗിയാണ്. അതുപോലെ ഫ്രസർ ഐസ്ലാൻഡ് എന്ന് പറഞ്ഞ പ്ലാന്റും ലേഡി ഷൂ എന്ന് പറഞ്ഞ പ്ലാന്റും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. 6 എണ്ണത്തിന് 360 രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ.
അടുത്തതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 6 പ്ലാന്റ് തന്നെയാണ്. ഈ കോമ്പോയിൽ നമ്മൾക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്ന 6 പ്ലാന്റിന് 420 രൂപ പ്രകാരമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റുകളാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണ്. നമുക്ക് വേലിയിൽ കൂടിയും അതിൽ കൂടിയൊക്കെ പടർത്തി കയറ്റാനും അല്ലെങ്കിൽ പോട്ടിൽ വെച്ചിട്ട് നമുക്ക് പ്രൂൺ ചെയ്ത് വളർത്തിയെടുക്കാനും പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. എന്നും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് കൂടിയാണ്. ഈ കാലാവസ്ഥയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി പ്ലാന്റാണ്. ഈ 6 പ്ലാന്റിന് നമ്മൾ വെറും നൽകുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 420 രൂപ. അടുത്ത നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇതും നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പൂക്കൾ കുഞ്ഞു പൂക്കളാണെങ്കിലും കാണാൻ അതിമനോഹരമായിട്ടുള്ളൊരു പ്ലാന്റാണ് ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറഞ്ഞാൽ. 8 കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 8 കളറിന് 640 രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ അധികം വെള്ളം ഇതിന് ആവശ്യമില്ല. അധികം വെള്ളമായാൽ പെട്ടെന്ന് അതിൻ്റെ തണ്ടൊക്കെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റാണ് ആഫ്രിക്കൻ വയലറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റുകളൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റെല്ലാം ഞാൻ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ പേയ്മെൻ്റ് എല്ലാം നമ്മൾ ഓൺലൈൻ വഴി തന്നെയാണ് അയക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് വഴിയോ DTDC വഴിയോ നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.